ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പം നോമ്പ് എത്രേ? എല്ലാവർക്കും നോമ്പ് എടുക്കാനൊന്നും പ്രയാസമൊന്നുമില്ലല്ലോ. നല്ല ചൂടാണല്ലേ. പക്ഷെ എന്നാലും നോമ്പ് വരുന്നതിൻ്റെ മുന്നേ ഞാനൊക്കെ പറഞ്ഞിനി പഠിച്ചോനെ നോമ്പ് വന്നപ്പോൾ എന്തേ കാര്യം ചെയ്യുക, ഈ ചൂടത്ത് കയ്യോ നോൽക്കാൻ കയ്യോ എന്നൊക്കെ പറഞ്ഞിനി. പക്ഷെ അൽഹംദുലില്ലാ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇത്രയും നോമ്പിന് ഒരു വിഷയവും ഉണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ. പഠിച്ചോൻ്റെ ഇമാരി പൊരി വെയിലത്തേ പ്രായ ആൾക്കാരെ കൊണ്ടും കുട്ടികളെ കൊണ്ടൊന്നും കഴിയൂല. അപ്പോഴേ ഞാൻ ഇന്നത്തെ വീഡിയോയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഒന്ന് ഞാൻ എന്തൊക്കെയാണ് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടർ പട്ടികയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്യൂട്ടിയും കൂടിയും ചെറിയൊരു ഉത്തരവാദിത്തം കൂടി, ചെറുതല്ല വലുത് തന്നെയാണ്, വലിയൊരു ഉത്തരവാദിത്തം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വോട്ടർ പട്ടികയാണ്. ഇനി ഇലക്ഷന്റെ വോട്ടർ പട്ടികയാണ് കേട്ടോ, 2025. അപ്പോൾ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ വർക്ക് ഉണ്ട്. അതും കൂടി ചെയ്ത് ഇങ്ങനെ ഒരുപാടുണ്ട്, ഫോണിലാണ് ചെയ്യാൻ. അപ്പോൾ BL ആയിട്ട് പിന്നെ ഞാൻ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട് ഈ വർഷം മുതൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് തിരക്കുകളും വർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ഇത് വർക്കിലായിരുന്നു. നമ്മൾ അടുക്കളപ്പണി അതിലിടക്ക് നടക്കണം. അപ്പോൾ ഇത് നിർത്തി ഇനി അടുക്കളപ്പണിക്ക് തുടങ്ങുകയാണ്. അപ്പോൾ തീ പിടിപ്പിച്ചിട്ട് അടുപ്പത്താണ് ചീയപ്പം ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ 2-2.5 മണിക്കൂർ വേണം ബീഫ് വേവിക്കാനും ചീയപ്പം ചൂടാനും. അതിലിടക്ക് ചോറ് കറികൾ അങ്ങനത്തെ പെലച്ചക്കുള്ളതൊക്കെ വേണമല്ലോ. അപ്പോൾ ഇത് BLന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടുന്ന് കെട്ടിച്ച് വിട്ട കുട്ടികൾ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾ, അവരെ പിന്നെ നീക്കം ചെയ്യണം. അവർ വേറെ സ്ഥലത്താവും അവർക്ക് പോയിട്ടില്ലേ, അവർ വേറെ നാട്ടിലേക്കാവും കെട്ടിച്ചു വിട്ടിട്ടുണ്ടാകുക. പിന്നെ അതുപോലെ ഇങ്ങോട്ട് കെട്ടി കൊണ്ടുവന്ന ആൾക്കാർക്ക് വോട്ട് അവരത് ശരിയാക്കണം. അതുപോലെ മരണപ്പെട്ട ഡെത്തായ ആൾക്കാരെ ഒഴിവാക്കണം. താമസ സ്ഥലം മാറിയ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് വേറെ നാട്ടിലേക്കാക്കണം. അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് BLയിൽ വർക്കുകളുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തമുള്ള വർക്കുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല. BLന്റെ ആപ്പ് കയറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ തിങ്കളാഴ്ച 10 മണിൻ്റെ ഉള്ളിൽ വില്ലേജിൽ നമ്മളെ ഇത് ക്ലിയർ ചെയ്തിട്ടുള്ള മിനിറ്റ്സും ചെക്ക് ബുക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതേന്ന് ഇത് വരും. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് വേഗം അടുക്കള പണിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ഷെഡിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. പിന്നെ ഷെഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതാ മുകളിൽ ഇങ്ങനെയാണ് മുകൾ ഭാഗം കണ്ടില്ലേ. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോ എല്ലാവരും കാണുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണ് കാണുകയെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ഒന്ന് വേഗം വരി, നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വരി. അപ്പോൾ വർക്കുകൾ ഇപ്പോൾ തൽക്കാലം നിർത്തുക. ഇനിയിപ്പോൾ നാളെ സൺഡേ ഞായറാഴ്ചയും കൂടി ഒരു ഒഴിവുണ്ട്. അപ്പോൾ ദാ ഞാൻ നല്ല ഒരു ബീഫ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫ് വരട്ട് പോലെ കുറച്ച് ചാറ് കൊടുക്കാൻ. അപ്പോൾ നല്ലോണം നല്ല തുണ്ടൻ കഷ്ണങ്ങൾ പിന്നെ നുറുക്കി കഴുകി വെള്ളമൊക്കെ വാർന്ന് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുകൊണ്ടി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതിലേക്ക് ഞാൻ ഉലുവ പൊട്ടിച്ചങ്ങാണ്ടാണ് ബീഫ് ഉണ്ടാക്കൽ. അതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സവാള നല്ലോണം മുരിഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ ഇതിൽ ചതക്കാനുള്ള സാധനമാണ്. കുരുമുളകാണ് കാര്യമായിട്ട് എടുത്തിക്കുന്നത്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും ചെറിയൊരു ഇഞ്ചി പൊട്ട് കൊടുത്തിട്ട് കേട്ടോ. അത് നമുക്ക് നല്ലോണം ഒന്ന് പച്ചമുളകും ഉണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ പഴുത്തത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഴുത്തത് നോക്കി ആദ്യം എടുക്കണത് എന്താണെന്നറിയോ, ബീഫ് കറി ഉണ്ടാക്കാനായിട്ടല്ല. പഴുക്കണ ആദ്യം എടുത്താൽ മറ്റേ പഴുത്ത് കേടൊന്ന് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് കണ്ട സാധനങ്ങളൊക്കെയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും 1 കിലോ ബീഫാണേ. കാര്യമായിട്ട് മുളകും പൊടി ഇടാതെയാണ് അത് ഉണ്ടാക്കണത്. എന്നിട്ട് അതിക്ക് നമ്മൾ ഈ കണ്ട സാധനങ്ങളൊക്കെ നല്ലോണം ചതക്കുക പറഞ്ഞാൽ അരഞ്ഞിങ്ങോട്ട് പായസം ഉണ്ടാക്കുക. ഇതുപോലെ ഒന്ന് തരിതരേനാണ് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ സവാള വാട്ടിയിട്ട് നമുക്ക് ഈ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുക്കറിൽ വാട്ടിയിട്ട് ഇതേമാതിരി ഇങ്ങാണ്ട് എത്ര വിസിലാണോ നിങ്ങൾ ഓരോരോ പ്രഷർ കുക്കറിനും ഓരോരോ പിന്നെ വേഗക്കാരം. അപ്പോൾ എത്ര വിസിലടിച്ചാലാണ് വേവുക അതിനനുസരിച്ച് നിങ്ങൾ വിസിൽ അടിച്ചാൽ നിങ്ങൾ വേവിക്കട്ടോ. കുക്കറിലാണെങ്കിൽ വെള്ളം പാകത്തിന് ഒഴിക്കണം, വെള്ളത്തിൻ്റെ കണക്ക് ശരിയാണെന്നുള്ളൂ. ഇപ്പോൾ കണ്ട ഞാൻ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ടിട്ടില്ല.
കുറച്ച് ബീഫ് മസാലപ്പൊടി ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഇറച്ചി കണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം നമ്മളെ ചതച്ച പാത്രത്തിലുണ്ടല്ലോ, കുറച്ചൊന്നും പോരട്ടോ, അത് വേവിക്കാൻ വെള്ളം ഒഴിക്കണം. കാരണം വെന്തിട്ടില്ലെച്ചെങ്കിൽ എന്താ പറയുക, ഇത് അടി പിടിച്ച് കത്തി തളിച്ച് വേകണ്ടേ. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ബീഫിന് വേവുണ്ട്. 1.5 മണിക്കൂറൊക്കെ ചില ബീഫ് നല്ല മൂപ്പുള്ള ബീഫാണെങ്കിൽ കുറേ നേരം വേകണം. പിന്നെ എന്താണെന്ന് പറയുക, ഈ പ്രഷർ കുക്കറിൽ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ദമ്മിട്ട് വെന്ത് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. വെന്ത് കിട്ടിയാൽ ഇങ്ങോട്ട് തിന്നുമ്പോഴൊന്നും ഒരു രസവും ഉണ്ടാവില്ല. നമ്മൾ ഈ മൺചട്ടിയിൽ അടുപ്പത്ത് കത്തി തളിച്ചാക്കം പോലെ ഇങ്ങനെ വറ്റി 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 വീണ ഇറച്ചിക്ക് അതൊരു പ്രത്യേക രസം തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പിന്നെ അടുപ്പൊന്നും ഇല്ലാത്തവർ ടെൻഷൻ ആകണ്ട കേട്ടോ. നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കിക്കൊണ്ട്. അല്ല അപ്പോൾ എന്താ ചെയ്യുക, ഒരു ദിവസം എൻ്റെ അടുക്ക് വരി, ഞാൻ അങ്ങനെ വരട്ടി ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ അതിലേക്ക് എടുക്കാനുള്ള മല്ലിച്ചപ്പാണ്, കരിയേപ്പിൻ്റെലിയാണ് കണ്ടോ. അത് നല്ലോണം നുറുക്കി വൃത്തിയാക്കി 2-3 തള തിളച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ ബീഫ് വെന്ത് വറ്റി. അപ്പോൾ ഈ ഒരു ചാറ് മതി. ഞാനിതിക്ക് സീയപ്പാണ് ഉണ്ടാക്കണം. അപ്പോൾ സീയപ്പത്തിൻ്റെ റെസിപ്പി എന്നോ ചുട്ട വീഡിയോക്ക് കമൻറ്റ് ഇട്ട് താങ്കൾ സീയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് ഈ നോമ്പിൽ സീയപ്പം ഉണ്ടാക്കാനാണ്. ഒരുപാട് സീയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട്. എന്നപ്പോൾ ഇനി ഓലത് ഇതായിട്ട് ഞാനിന്ന് സീയപ്പം ഉണ്ടാക്കാം. എന്നാൽ അത് വീഡിയോയും ചെയ്യാതിട്ടാണ് ഇപ്പം ഞാൻ സീയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ അരി വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് അപ്പം ചുടണമല്ലോ. അപ്പോൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ നമ്മളെ പച്ചരി കഴുകി വെള്ളത്തിലിട്ട് വാർന്ന് മിക്സിയിൽ അരക്കുകയാണ്. ഈ സീയപ്പം നമ്മൾ ചോറ് തിന്നും പോലെയാണ്. ചോറ് തിന്നാൽ വയറ് നിറഞ്ഞാലേ നമ്മൾ നിർത്തുക. അതേമാതിരി തന്നെയാണ് ഈ സീയപ്പം തിന്നാൽ വയറ് നിറയുന്നതാണ് കണക്ക്. നമുക്ക് മടുക്കൂല. ബിരിയാണിയൊക്കെ തിന്നാൽ നമുക്ക് മടുക്കില്ല. ചോറ് ബിരിയാണിയൊക്കെ ചോറും ഈ സീയപ്പൊക്കെ തിന്നാൽ വയറ് നിറയുമ്പോഴാണ് നമ്മൾ നിർത്തുക. മറ്റേത് മടുപ്പ് വന്നിട്ടാണ് നിർത്തുക അല്ലേ. അപ്പോൾ അതാ നല്ലോണം കലക്കി ഇതുപോലെ വെള്ളം നല്ലോണം ഒഴിച്ച് കണ്ടോ. ഇങ്ങനെ കലക്കി പാരുമ്പോൾ ഇങ്ങനെ വേണം കണ്ടോ. കറക്കറാന്ന് പറഞ്ഞാൽ ഒരു കൊച്ച വേണം. ഈ ഒരു കുറുന്നനെ ആകരുത് കേട്ടോ. ഇതിലേറെ ലൂസാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. കുറേ സമയം വേണമെന്നുള്ളൂ. ഇങ്ങനെ ചുട്ടും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കാൻ കുറേ സമയമാണ് ഈ അപ്പത്തിനുള്ളൂ. നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ എനിക്ക് പെട്ടെന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളെ അപ്പക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നല്ലോണം എണ്ണയോ വെളിച്ചെണ്ണയോ ഓയിൽ എന്താ പരട്ടി കൊടുത്തുങ്ങാണ്ട് ഞാൻ ഓയിലാണ് എടുത്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചട്ടി ഇങ്ങോട്ട് ചൂടായി ഇങ്ങോട്ട് വരണം. എന്നിട്ട് നമ്മൾ ചീയപ്പം അങ്ങോട്ട് പാരുമ്പോൾ ചീ എന്ന് പറഞ്ഞ സൗണ്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ചുട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചീയപ്പം അറിയാത്തവർക്കാണ് ഇപ്പോൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പച്ചരി കുതിർത്ത് പിന്നെ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് അരച്ച് ഇതുപോലെ മുക്കിപ്പാരണ പരുവത്തിലാക്കിയിട്ട് അങ്ങോട്ട് ചുട്ട് നോക്കുകൊണ്ടി. അപ്പോൾ അതൊക്കെ ഗ്യാസുമ്മേം ചുട്ട് കേട്ടോ. ഞാനിപ്പോൾ നോമ്പിന് ഞാൻ പറഞ്ഞതിന് കുഞ്ഞാനേക്കാനോട് ഇച്ച് വെച്ച പിന്നെ ഗ്യാസുമ്മേന്ന് ഉണ്ടാക്കാൻ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുള്ളൂ. പിന്നെ അല്ല ഇച്ച് വെച്ച അടുപ്പത്ത് ഉണ്ടാക്കാൻ ചൂടത്ത് ഞാൻ ഗ്യാസുമ്മേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാനേക്കാർക്ക് വിറകുണ്ടല്ലോ വെണ്ണയെന്ന് പറഞ്ഞു. വിറകുണ്ടല്ലോ പറഞ്ഞു. അതിന് വിറകുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചൂടത്ത് നിൽക്കണ്ടേ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം പോലെ ഒരു കാട്ടിക്ക് പറഞ്ഞില്ല. അപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഗ്യാസുമ്മ ഉണ്ടാക്കണീനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഗ്യാസുമ്മ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോന്ന് തന്നെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കണത് ഇത് നിങ്ങൾക്ക് ഇത് എന്തായാലും ഈ അപ്പൊക്കെ ചുടാനും ഒക്കെ അടുപ്പത്ത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഗ്യാസുമ്മയൊന്നും അല്ല. അത് വേഗം മറിച്ചിടണമെങ്കിൽ മറിച്ചിട്ടുകാണ്ട് എടുക്കുക, മറിച്ചിടാതെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അപ്പം ചുട്ടിക്കണം. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ 2-3 ഒക്കെ തിന്നുള്ളൂ, അതിലേറെ തിന്നൊന്നുമില്ല. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമുക്കിവിടെ കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, കളയേണ്ട വേജാറൊന്നുമില്ല. അപ്പോൾ അതാക്കണ അപ്പം ചുട്ട് ഇതാണ് നോൽമ്പ് തുറക്കാൻ കേട്ടോ. പിന്നെ നോൽമ്പ് തുറക്കണ സമയത്ത് ഇന്ന് ഞങ്ങൾക്ക് ഈ അത്തക്ക വെള്ളവും മാങ്ങ ജ്യൂസും ഗ്രീൻ ആപ്പിളും മുന്തിരിയും പിന്നെ ഈ മാങ്ങ ജ്യൂസ് കുറച്ച് തോനുണ്ടായിരുന്നു, നാരങ്ങ വെള്ളം, കാരക്ക ഉണ്ട് നോൽമ്പ് തുറന്ന്. വത്തക്കൻ്റെ മുകളിൽ 2 കാരക്ക ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നോൽമ്പ് തുറന്നുകാണ്ട് പിന്നെ ഇത് തുറന്ന് കഴിഞ്ഞ് പിന്നെ ഒരു 8-9 ആകുമ്പോഴാണ് പിന്നെ ചായ കുടിക്കുക കേട്ടോ. പൊരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എണ്ണക്കടി. ചായ കുടിച്ചാൽ നേരത്തെ ഇതാ ഇങ്ങനത്തെ ഒരു 3-4 അപ്പം തിന്നും. നല്ല വിശപ്പല്ലേ. മറ്റേ ഫ്രൂട്ട്സും വെള്ളമല്ലേ, അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് പള്ളൻ്റെ ഉള്ളിൽ നമ്മളെ നിസ്കാരം ദുആയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോട് കൂടി അത് വിശന്നില്ലേ. ഇപ്പം ഇനിയിപ്പോൾ ഒരു 5-6 അപ്പൊക്കെ തിന്നലാന്നൊക്കെ ഉണ്ടാവും. പക്ഷേ 2-3 തിന്നുള്ളൂ. വെള്ളം പിന്നെ ഇങ്ങനെ കുടിച്ച് വിടുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ. അത് നോമ്പ് തുറ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തിനുള്ള ചോറ് വെക്കണ്ടേ, അത് ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ.
പിന്നെ നമ്മൾ ഈ കഞ്ഞി ഒഴിവാക്കുക, അടുപ്പത്ത് ചോറ് വെച്ചങ്ങാണ്ട് പെലച്ചക്ക് തിന്നാണല്ലേ അത്താഴത്തിനല്ലേ. അതിന് പിന്നെ ചിരങ്ങ താളിച്ചത് ഉണ്ടാക്കണം, പയറുപ്പേരി ഉണ്ടാക്കണം. പയറുപ്പേരി ഞാനിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മളെ മരത്തുമ്പോൾ തന്നെ പൊട്ടിച്ചെടുത്തതാണ്. മുളകും ഉപ്പും ചട്ടി കണ്ടിട്ട് കൊടുത്തുങ്ങാണ്ട് നമ്മളെ നല്ലോണം പയറ് പീടിയിൽ വാങ്ങിയതാണ് കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം വാർന്നിട്ട് അത് ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വേവാനുള്ള വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. ഒരു നാടൻ രീതിയിലുള്ള ഉപ്പേരി വെപ്പാണ് ഇട്ടത്. അപ്പോൾ പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, പച്ചക്കരിവേപ്പിൻ്റെ ഇല, അതിൻ്റെ ഫ്ലേവറിന് വരണം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചാൽ അടിപൊളിയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചെടുക്കാമെന്ന് കരുതിയിരിക്കണം കേട്ടോ. ഒന്നിന് മൂടി വെച്ചത് തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് പയറുപ്പേരി വെന്തിട്ടു. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കിയത്. കാരണം ഇതിപ്പോൾ ഞാൻ ചോറൊക്കെ വെന്ത് തീ വിട്ട് ഞാൻ കുറച്ച് വർക്ക് കാര്യങ്ങൾ BLO വർക്കിൻ്റെ ഉണ്ടായിന്, അത് ചെയ്യാൻ പോയപ്പോൾ തന്നെ അടുപ്പിൽ തീ വിട്ട്. അതിന് പിന്നെ എന്തെങ്കിലും ഉപ്പേരി ഈ ഗ്യാസുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് വെന്തപ്പത്തിന് ഇത് അങ്ങോട്ട് എന്ത് ചെയ്തു, എന്നിട്ട് കളറും മാറിട്ടോ. പിഞ്ച് പയറാണേ, നല്ലോണം മൂത്തിട്ടില്ല. അപ്പോൾ തൂമിച്ചാൻ വേണ്ടിയിട്ട് ഞാനിതാ ചെറിയുള്ളിയും വലിയുള്ളിയും കൂടി അരിഞ്ഞിക്കണ്. ഇതും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങോട്ട് തൂമിച്ചങ്ങാണ്ട് നമ്മൾ ഉപ്പേരിയിലിട്ടിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പേരിയിൽ ഇപ്പം നമുക്ക് ഉപ്പും മുളകൊക്കെ നോക്കാം. നോമ്പ് തുറന്നില്ലേ, നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പും പുളിയൊന്നും നോക്കൂല. പക്ഷെ എന്നാലും ഞാൻ ആ ഉപ്പും മുളകും ഇട്ട് അതാ കറക്റ്റ് ആകലുണ്ട്. ഇതുവരെ കുറവ് കൂടുതലും ആയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ വേഗം അങ്ങോട്ട് ലൈക്ക് ചെയ്തോളി. പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളി, ലൈക്ക് ചെയ്തോളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കൊണ്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ അമർത്തുക. ഫേസ്ബുക്കിലാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്ത് പോകുന്നത്, വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. ഈ നോമ്പിൻ്റെ ദുആയിൽ ഇനി കുടുംബത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.